1, 2, 3 രാഷ്ട്രപതി. കേന്ദ്രത്തിന്റെ ഓർഡറാ. രാഷ്ട്രപതി പറയാ 213. ഗവർണറുടെ ഓർഡിനൻസ്. അധികമായ ചിലവാണ്, റിപ്പോർട്ട് വാങ്ങണം. നീതി പാലിക്കുക സർക്കാരെ, കണ്ണു തുറക്കുക സർക്കാരെ, നിയമനങ്ങളുടെ നീക്കം റെഗുലറായിട്ട് നിരോധനത്തിലാണല്ലോ. അപ്പൊ നമ്മള് കേരള ഗവേണൻസിന്റെ ആദ്യ ഭാഗത്തിന്റെ ഇടക്ക് ബ്രേക്ക് ആയതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണേ. ആ രണ്ട് ചേട്ടന്മാരും കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ നാട്ടിൽ അല്ലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ വന്നാൽ അദ്ദേഹം IPS കാരനായിരിക്കും, ഒരു സബ് കളക്ടർ വന്നാൽ അദ്ദേഹം IAS കാരനായിരിക്കും അല്ലെ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. മുമ്പൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ BSNL ജീവനക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ റെയിൽവേയുടെ ജീവനക്കാരനായിക്കോട്ടെ അല്ലെ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണ്, സ്റ്റേറ്റിലല്ല. അതാണ് കേന്ദ്ര സർവീസ്. നോക്കൂ, അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയിലെ റെയിൽവേ സർവീസ്, അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇത് ഞാൻ അടിവരയിട്ട് ഇങ്ങനെ കറപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് അതെ പോസ്റ്റ് ഓഫീസ് ഐശ്വര്യ പറയുന്നുണ്ട് കേട്ടോ. ഈ ഫോറിൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും IFS ഇത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എന്റെ ടെലഗ്രാം ക്ലാസ് എഴുതുന്നവർക്ക് ഈ IFOS എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും IFS എഴുതിയാലും ഇത് രണ്ടും ചില സ്ഥലങ്ങളിൽ എഴുതാറുണ്ട് കേട്ടോ. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും നമുക്ക് രണ്ടും IFS എഴുതാറുണ്ട്, IFOS എഴുതാറുണ്ട്. ശ്രദ്ധിക്കണം. ഇത് മാത്രമാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഫോറിൻ എന്ന് കേൾക്കുമ്പോൾ അതല്ലേ ഗ്ലാമർ, അതല്ലേ സൂപ്പർ എന്ന് ചിന്തിക്കും നമ്മൾ. ആണെങ്കിലും ഈ ഫോറിൻ എന്തല്ല, അതൊരു ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ് അല്ല. ഫോറിൻ, ഇന്ത്യൻ ഫോറിൻ അത് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ. ആലോചിച്ചേ, അവരല്ലേ നയപ്രതിനിധികളെ, അവരല്ലേ അംബാസഡർമാരെ, അവരല്ലേ രാജ്യാന്തര ബന്ധുക്കളുള്ളത്, കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രിയൊക്കെയുള്ളത്. അങ്ങനെ ആലോചിക്കുക, കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒരു സർവീസാണ്, കേന്ദ്ര സർവീസാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും നിങ്ങളോട് ചോദ്യം വരും LDC എക്സാം, VF എക്സാം പോലുള്ള എക്സാമിന്. അപ്പൊ IFS എന്ന് പറഞ്ഞാൽ ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർവീസ് ആണ്. എന്നാൽ ഇവിടെ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നമുക്കറിയാം, IPS ഇന്ത്യൻ പോലീസ് സർവീസ് നമുക്കറിയാം. അതുപോലെ ഒരു സർവീസ് ഉണ്ട്, അതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പൊ ഫോറസ്റ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടല്ലോ. ഇവിടെ വരുന്നത് ഫോറിൻ ആണ്. രണ്ടും തെറ്റിക്കരുത് കേട്ടല്ലോ, ഒരു മാർക്ക് നഷ്ടപ്പെടും. ഇനി സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓഫീസർമാര് സംസ്ഥാന തലത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ള സെയിൽസ് ടാക്സ് ഓഫീസർ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റേറ്റിൽ വരുന്നത്. ഓക്കെ, ഒരു ചോദ്യം പിടിച്ചോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. PYQ ആണ്, തെറ്റായതാണ്. ഇതൊക്കെ പരീക്ഷ നമുക്ക് തെറ്റിപ്പോകും, കാരണം നമ്മൾ ശരി വിചാരിക്കും. ചോദ്യം ശ്രദ്ധിക്കണം, തെറ്റായതാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണല്ലോ, അപ്പൊ നമുക്ക് എടുക്കാലോ. സെയിൽസ് ടാക്സ് ഓഫീസ് സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്, ഇത് ശരിയാണല്ലോ അല്ലെ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്, ഇതും തെറ്റാണല്ലോ. അപ്പൊ 1ഉം 3ഉം തെറ്റ്, എല്ലാവർക്കും ശരിയായി. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സർവീസിലെ വിവിധ സംസ്ഥാന കേഡറുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് അച്ചടക്ക നടപടിയും സ്വീകരിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന വർഷങ്ങൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട്, അടുത്ത കേരള ഗവേണൻസ് ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ച് തറവായിട്ട് വരണം കേട്ടോ. ഇന്ന് ചിലപ്പോൾ രാത്രി എക്സാമിന് ഈ ചോദ്യങ്ങൾ ഉണ്ടാവും, ഞാൻ പറയില്ല, ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്ന സാധനങ്ങൾ PDF ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും കേട്ടിട്ട് രാത്രിയൊക്കെ ഉണ്ടാകുന്ന എക്സാം, എല്ലാ ദിവസവും എക്സാം രാത്രി ആയിരിക്കില്ല, നിങ്ങൾ ഗ്രൂപ്പിൽ പറയും കേട്ടല്ലോ. ടോപ്പിക് എക്സാമുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണേ എഴുതി നോക്കാം. അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നൊരു ഒരു ടൈം ഉണ്ട് കേട്ടല്ലോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ഇന്ന് കാണുന്നതല്ല, അന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം 926 പഠിക്കണം. 926 ഇതെന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? 10 കൊല്ലം കഴിഞ്ഞാൽ 36 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇന്ന് കാണുന്നതല്ല പക്ഷെ ആദ്യത്തത് കേട്ടല്ലോ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 36, 26 UPSC. ഇതിന്റെ വിശദാംശങ്ങളുള്ള ക്ലാസ് അടുത്ത ദിവസം വേറെ വരും. ഇതൊരു ഇൻട്രോ ആണ് കേട്ടോ, PSC കുറിച്ച് പിന്നെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് നമ്മൾ പഠിച്ചു. ഫോറിൻ സർവീസ് ഒരു കേന്ദ്ര സർവീസ് ആണ് കേട്ടല്ലോ. വിദേശകാര്യ മന്ത്രിമാരുടെ കീഴിൽ അല്ലെങ്കിൽ വിദേശകാര്യ അംബാസഡർമാർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്
എന്നാലോചിക്കുമ്പോൾ ഫോറിൻ സർവീസ് എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 1 കൊല്ലം മുമ്പ് ഫോറിനേഴ്സ് ആണ് നമ്മളെ ഭരിച്ചത്. അല്ലേടാ നീതു? നമ്മളെ ഭരിച്ച ആരാ? ഫോറിനേഴ്സ് ആണ്. അപ്പൊ 26, 36 ഇവിടെ മഹാത്മാഗാന്ധിജി തിരിച്ചു വന്നൊരു ദിവസമുണ്ട്. എന്നാണ് ആ ദിവസം? 1915 പുള്ളിക്കാരൻ തിരിച്ചു വന്നത്. നിങ്ങൾക്കറിയാം. ആ ദിവസം ഒന്ന് പറഞ്ഞു തന്നാൽ ഒരു സുഖം ഉണ്ടായിരുന്നു ഖദീജ. കാരണം അന്നാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുക. ഐശ്വര്യ പ്രമോദ് ചിരിക്കാണ്ട് കാര്യം പറ. അപ്പൊ നോക്കൂ, അത് ജനുവരി 9 പിള്ളേരെ, അല്ലെ? ജനുവരി 9 അല്ലേ ഹസ്നത്തെ? ഇതെന്തുകൊണ്ട് നോം ഇവിടെ പറയുന്നു ചോദിച്ചാൽ ഇത് പ്രവാസി ഭാരതീയ ദിവസമാണ്. എന്ന് വെച്ചാൽ വിദേശവുമായി ചെറിയൊരു ബന്ധം ഇതിനകത്തുണ്ട്, അല്ലെ? പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9 എങ്കിൽ പിള്ളേരെ ഒക്ടോബർ 9 ഫോറിൻ സർവീസ് ദിനമാണ്. എന്തൊരു ബന്ധമുണ്ട്! ഇത് 9, അത് 9, അതാ ബന്ധം കേട്ടോ. ഷിജി എമെ, ഒക്ടോബർ 9 ഫോറിൻ സർവീസ് ദിനമാണെങ്കിൽ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമാണ്. മനസ്സ് കിടക്കണം കേട്ടല്ലോ. ഒക്ടോബറിൽ ഫോറിൻ, ജനുവരി പ്രവാസി ഭാരതീയ ദിവസ്. 1915 മഹാത്മാഗാന്ധി തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി 9. ഇവിടെ ജനുവരി 9 പറഞ്ഞ സ്ഥിതിക്ക് കരസേനാ ദിനം കൂടി പറഞ്ഞോ. കരസേനാ ദിനം എന്താ? നമ്മളൊരു വഴിക്ക് പോവല്ലേ? കരസേനാ ദിനം എന്ന കരസേനാ ദിനം നോക്കൂ, ജനുവരി 15. ഇതെന്താ തെറ്റിപ്പോന്നറിയോ? ഇവിടെ 915 ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തെറ്റിപ്പോവും. അപ്പൊ ജനുവരി 15, ദെൻ ഒക്ടോബർ 8, ദെൻ ഡിസംബർ 4. പഠിച്ചു വെച്ചേക്കണേ. ഞാനിപ്പോ ദിവസങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. അവിടെ ഒക്കെ കോടാക്കി ഒക്കെ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കടക്കുന്നില്ല, ജസ്റ്റ്. അപ്പൊ ജനുവരി 15, ഒക്ടോബർ 8, ഡിസംബർ 4 കൃത്യമായി പഠിച്ചല്ലോ. ജനുവരി 15 കരസേനാ ദിനം. പഠിക്കണേ. കരസേനാ ദിനം പഠിക്കണേ. ഒക്ടോബർ 8 വ്യോമസേനാ ദിനം. സ്ഥിരം ചോദ്യമാണ്. ഡിസംബർ 4 നാവികസേനാ ദിനം. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി തിരിച്ചു വന്നു. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ഒക്ടോബർ 9 ഫോറിൻ ദിവസം. പഠിച്ചു. ഇവിടെയും കണക്ഷൻ ഒക്കെ ഉണ്ട്. ഒക്ടോബർ 10, 11 പറയുമ്പോൾ പിന്നെ പറയാം, സമയമില്ല നമുക്ക് ഈ ടോപ്പിക് ഒന്ന് തീർക്കണ്ടേ. അപ്പൊ 46 ഫോറിൻ സർവീസ് ദിനം. അവസാനമായിട്ട് ഫോറിനേഴ്സ് നമ്മളെ ഭരിച്ച് 47 നമ്മൾ നാട് കടത്തി, അല്ലെ? ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കൊച്ചിക്കാർക്ക് ബോധം വെച്ച് 47. തിരുവിതാംകൂറിൽ 36 അല്ലെ? 36 കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ക്ഷേത്ര പ്രവേശന വിളംബരം അത് വന്ന വർഷം, പട്ടിണി ജാഥ നടത്തിയ വർഷം, അല്ലെ? ഇലക്ട്രിസിറ്റി സമരമൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ഥലങ്ങളിൽ കോഡാക്കി പഠിച്ചില്ലടാ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം, ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം. ഇലക്ട്രിസിറ്റി ഇല്ല, അല്ലെ? ക്ഷേത്ര പ്രവേശന വിളംബരം. ഓക്കെ. 36 ക്ഷേത്ര പ്രവേശന വിളംബരം. ഓക്കെ അല്ലേ? 36 ഇലക്ട്രിസിറ്റി സമരം, വൈദ്യുതി പ്രശ്നം. ഓക്കെ അല്ലേ? പട്ടിണിയാണ് അവിടുത്തെ പൂജാരി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുക. മനസ്സിലായോ? അപ്പൊ ആ ഒരു കണക്ഷൻ നിങ്ങൾ അവിടെ വെക്കുക. തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷനും ക്ഷേത്ര പ്രവേശന വിളംബരവും ഇലക്ട്രിസിറ്റി സമരം അഥവാ വൈദ്യുതി സമരവും പട്ടിണി ജാഥയും ഒക്കെ നടന്നത് 36. ഇനിയുണ്ട് കാര്യങ്ങൾ, നമുക്ക് പിന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നിങ്ങൾ ഇന്ന് കാണുന്ന കേരള PSC, അത് സ്വാഭാവികമായിട്ടും കേരളം രൂപീകരിച്ചപ്പോൾ. ഓക്കെ ആണല്ലോ? ഇനി 46 ഫോറിൻ സർവീസ് ആണെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞു. 56, 66, 6 കാട്ടിലൂടെ 6 ഇങ്ങനെ പോവുക. 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. തലയിൽ കേട്ട് അർച്ചന സുരേന്ദ്ര. 46 ഇന്ത്യൻ ഫോറിൻ സർവീസ്. തെറ്റിയ കൊല്ലും ഞാൻ, കേട്ടില്ലല്ലോ. അപ്പൊ സ്നേഹാബി 66 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, 46 ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എവിടെ പോയി? എന്താ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ആരംഭിച്ചു 48. ഇത് എന്താണ് നിങ്ങൾ പഠിക്കാനുള്ള ട്രിക്ക്? ഇന്ത്യൻ പോലീസ് സർവീസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 47. അപ്പൊ IPS ഇന്ത്യൻ പോലീസ് സർവീസ് എപ്പോ വന്നു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് 48 പറയണം. അതെന്തിൽ പറയണം? 48 പറയണം. ഇന്ത്യൻ പോലീസ് സർവീസ് 46 ഫോറിൻകാര്, ഫോറിൻ സർവീസ് 48 പോലീസ് 47 കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ. ആലോചിക്കുക. ഇനി ഇത് നിങ്ങൾ പഠിച്ചില്ലേലും കുഴപ്പമില്ല. 49 കൊച്ചിയും തിരുവിതാംകൂർ കൂടി 36 തിരുവിതാംകൂറില്, 47 കൊച്ചി. തിരുക്കൊച്ചി സംയോജനം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഐക്യ കേരള പ്രസ്ഥാനം പഠിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമല്ലേ ഇത് തിരുക്കൊച്ചി സംയോജനം. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 49 കിട്ടും. അപ്പൊ അവിടെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ? യെസ്. അപ്പൊ 48 ഇന്ത്യൻ പോലീസ് സർവീസ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് നിങ്ങൾക്ക് ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാം. 51 ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സായി. പറഞ്ഞ മനസ്സിലായോ? ഇല്ല, മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്. 1936 എന്ന് കേൾക്കുമ്പം തിരുവിതാംകൂർ PSC, 1947 എന്ന് കേൾക്കുമ്പോൾ കൊച്ചി PSC, 1949 എന്ന് കേൾക്കുമ്പോൾ തിരുക്കൊച്ചി PSC, 1956 എന്ന് കേൾക്കുമ്പോൾ കേരള PSC. സെറ്റാണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ പറഞ്ഞു പോവാ. ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ കോൺവാലിസ് ആണ്. മകളെ നിങ്ങൾക്കറിയാം 1793, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനിപ്പോ പഠിപ്പിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ആദ്യത്തെ നിയമമായിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, 1773 ബൈ ഹാർട്ട് പഠിച്ചു. റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ആദ്യത്തെ നിയമം റെഗുലേറ്റിംഗ് ആക്ട്. അങ്ങനെയാണ് ഗവർണർ എന്നുള്ള ആ പദവി മാറിയിട്ട് കോൺവാലിസിനെ ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന പദവി വരുന്നത്. ബംഗാളിലെ ഗവർണർ ജനറൽ. പിന്നീട് രണ്ടാമത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്ന വ്യക്തിയാണ് കോൺവാലിസ്. കേട്ടോ, ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. ആദ്യം വാറൻ ഹേസിങ്സ്, പിന്നെ കോൺവാലിസ്, പിന്നെയാണ് വെല്ലസ്ലി. ഇത് നമുക്ക് ബൈഹാർട്ട് പഠിക്കാനുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു നോക്കട്ടാ, ഇതൊക്കെ പഠിക്കാൻ പ്രയാസമുള്ളവർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, 93 ഈ നിയമത്തിന്റെ പേരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഞാൻ തീയിടുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ 1773 റെഗുലേറ്റിംഗ് ആക്ട്, 93 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടും പഠിക്കണം. നികുതി ഭൂമിയിൽ സ്ഥിരമായി പിരിക്കാൻ ഒരു റവന്യൂ സിസ്റ്റം കൊണ്ടുവരുന്നു ആര്? കോൺവാലിസ് 1793. അതിനാണ് ശാശ്വത ഭൂ നികുതി വ്യവസ്ഥ എന്ന് വിളിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ 93. ഇതിനെ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് വിളിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് റവന്യൂ അല്ലെങ്കിൽ തിരിക്കുക, കളക്ടർ, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തുടങ്ങുന്നത് 93. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, നികുതി റവന്യൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന IAS ഉദ്യോഗസ്ഥ ആ സംവിധാനമല്ലോ, അതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഇയാളാണ്. ഇയാളെ നമുക്ക് പഠിക്കാൻ മുമ്പേ ഉണ്ടാക്കുന്ന ഒരു ട്രിക്കാണ് കോൺസ്റ്റബിളും വാലി എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ, നികുതി പിരിക്കുക. ആരാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ അത് സിവിൽ സർവീസ്. കോൺസ്റ്റബിൾമാർ പോലീസ് അല്ലെ. അപ്പൊ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് ആണ്. സിവിൽ സർവീസ് എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയുടെ പേര് ലിട്ടൺ. ലിട്ടൺ എന്ന് കേട്ടാൽ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടറാണ്. ഇത് PSC ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടല്ലേ ഈ നെഗറ്റീവ് അടിക്കുന്ന ചങ്ങായിമാരി, എല്ലാം ഇങ്ങനെ പിന്തിരിപ്പമായിരുന്ന റിവേഴ്സ്. ഈ ചങ്ങായി റിവേഴ്സ് എന്നുള്ള പേര് ഇവിടെ അന്വർത്ഥമാക്കുക. കാരണം ഇയാൾ 21 വയസ്സായിരുന്നു നമ്മുടെ സിവിൽ സർവീസ് അന്നത്തെ IAS എഴുതാനുള്ളത്. അത് കുറച്ച് 19 ആക്കി. ഹായ്, നല്ല മനുഷ്യനല്ലേ ഇയാള്. ഈ വെർണാക്കുലർ പ്രസ് ആക്ട്, വെരി ഗുഡ്. വെർണാക്കുലർ പ്രസ് ആക്ട് 1878 നടപ്പിലാക്കിയല്ലോ. 18 വയസ്സുള്ള മോളെ 78 വയസ്സുള്ള കളനോട് കടിച്ച കഥയൊക്കെ ഉണ്ട്, പിന്നെ പറയട്ടോ. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ഈ ഹറാം പറഞ്ഞ ദുഷ്ടനായ വൈസ്രോയിയ. 1870 വെർണാക്കുലർ പ്രസ് ആക്ട്. എന്താ അതിന്റെ പേര് അറിയോ? മലയാളത്തിൽ നാട്ടുഭാഷാ പത്ര നിയമം. ഇവിടെ ആരും പ്രാദേശിക ഭാഷയിൽ പത്രം എഴുതണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പത്രം അച്ചടിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ എഴുതിയാലാണ് ഇവർക്ക് ദേശസ്നേഹവും രാജ്യസ്നേഹവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാടുള്ള മൈൻഡ് ഉണ്ടാവുക. അപ്പൊ എഴുത്തും വായന അറിഞ്ഞോടുകൂടി ജനങ്ങൾ സംഘടിച്ച് പത്രങ്ങളൊക്കെ എഴുതി തുടങ്ങിയപ്പം ഇവർക്ക് ഇത് മനസ്സിലാവുകയില്ല. നാട്ടുഭാഷയിൽ എഴുതും ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് നാട്ടുഭാഷാ പത്ര നിയമം റദ്ദു ചെയ്തു 1872. അത് ഈ ദുഷ്ടനാണ്. അതുകൊണ്ടാണ് ഇയാൾ എന്ത് വിളിക്കുന്നറിയോ? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. എടാ മക്കളെ, ഈ 19 വയസ്സാക്കി സിവിൽ സർവീസ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് കയറാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിട്ടൺ ചെയ്ത പണി ഗുണാണോ ദോഷാണോ? ദോഷാണ്. അതുകൊണ്ടാണ് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. അയാളെ പരിപാടിയൊക്കെ അങ്ങനെയാണ്, റിവേഴ്സ് ക്യാരക്ടർ കേട്ടോ. ലിട്ടൺ ദുഷ്ടനാണ്. എന്നാൽ അത് മാറ്റി ജനകീയനായി വൈസ്രോയി ചോദിക്കും. സിവിൽ സർവീസ് അഥവാ പ്രായപരിധി 21 വയസ്സാക്കി ഉയർത്തിയത് റിപ്പൺ ആണ്. ജനകീയനായ വൈസ്രോയി റിപ്പൺ ആണ്. അപ്പൊ ഓൾ ഇന്ത്യ
സർവീസിന്റെ പിതാവ് വേറൊരു ചോദ്യമാണ്, തെറ്റിക്കും. ഇവിടെ ഞാനൊന്ന് കളർ മാറ്റി കാണിച്ചു തരാം. കാരണം ഇത് കോൺവാലിസ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. നോക്കൂ മക്കളെ, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അണ്ടർലൈൻ ചെയ്യുന്നേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ്. എന്നാൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്താ? ഓൾ ഇന്ത്യ സർവീസ് നിങ്ങൾ കണ്ട സാധനം ഇതാ, കണ്ടോ? അഖിലേന്ത്യാ സർവീസ്, IAS IPS ആ പരിപാടി, അതിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് പട്ടേൽ. അതാരാണ്? അത് പട്ടേൽ. തെറ്റിക്കണ്ട, അത് പട്ടേൽ. സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് മൂപ്പരാണ്. അപ്പൊ നിങ്ങളോട് നേരത്തെ ഞാൻ പഠിപ്പിച്ചു, പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 അല്ലെ, ഫോറിൻ ദിനം ഒക്ടോബർ 9, സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21, ഏപ്രിൽ 12 ബഹിരാകാശ ദിനം. തിരിച്ചിടുക, സിവിൽ സർവീസ് 21, ഏപ്രിൽ 21 സിവിൽ സർവീസ് ഡേ. പഠിച്ചു വെച്ചേ. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് രാജ് ദിനം കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. നേരത്തെ നമ്മള് പ്രവാസി ഭാരതീയ ദിവസം പറഞ്ഞപ്പോൾ ജനുവരി 15 കരസേന പഠിച്ചു, ഒക്ടോബർ 8 വ്യോമസേന പഠിച്ചു, ഡിസംബർ 4 നാവികസേന പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ. ഷാജി ടീച്ചറെ, നിങ്ങൾക്കൊക്കെ അറിയാലോ എന്നാണ് പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 23 ആണോ 24 ആണോ ഡൗട്ടാ? ഏപ്രിൽ മാസം 24 തീയതി കേട്ടാ. യെസ്, ഏപ്രിൽ 12 തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബഹിരാകാശ ദിനം. നമ്മളെ കോഡില്ലേ 12 യുവയുടെ അരവിന്ദ് ദണ്ഡികൾ യൂട്യൂബിലൊക്കെ എപ്പോഴും പറയുന്നത്, അതിൽ ഏപ്രിൽ 12 ബഹിരാകാശം. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ബോറടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഉണ്ട്, ബോറടിക്കുന്നുണ്ടെങ്കിൽ അറിയാം, സാറില്ല. ഒന്ന് ഓക്സിജൻ കുറച്ചുള്ളോട്ട് എടുത്തേ, വലിച്ചോ, ഓക്സിജൻ വലിച്ചോ, വലിക്ക്. ഇല്ലെങ്കിൽ പ്രശ്നം, ഇല്ലെങ്കിൽ ഇപ്പൊ ആർട്ടിക്കിൾ പഠിക്കാനാവില്ല. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖല സർവീസുമായി ബന്ധപ്പെട്ടാണ്. ഭരണരംഗം, കേരള ഗവേണൻസ് പറഞ്ഞ സർവീസിനെ കുറിച്ചാണ് പറയാം. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ സർവീസുകളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ഇരുന്ന് പഠിക്കണം ഇന്ന് രാത്രി കേട്ടോ. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് വാലി, കോൺസ്റ്റബിൾ പോലീസ്, വാലി തായ്വര IAS. യെസ്, അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് പട്ടേൽ. ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് വരുമ്പോൾ ഫോറസ്റ്റ് സർവീസ് 66 ഉണ്ട്. ഫോറിൻ സർവീസ് 46. ഇതൊക്കെ നമ്മൾ പഠിച്ചു. സെറ്റാണ്. ഇനി എങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെ പറയുന്ന വകുപ്പുകളിലേക്ക് പോകണം. ആർട്ടിക്കിൾ, ഇവരെ കുറിച്ച് പറയുന്ന ഭാഗം 14. ഇവരെ കുറിച്ച് പറയുന്ന ഭാഗം 14 മനസ്സിലാക്കണേ. നോക്കൂ പിള്ളേരെ, ചോദ്യം ഇതാ: കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കീഴിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഉദ്യോഗസ്ഥരുടെ കാലാവധി. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഇത് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് PSC സംബന്ധമായിട്ടുള്ള ആളുകളെ കുറിച്ചല്ല. ആദ്യം യൂണിയനെയോ ഒരു സംസ്ഥാനത്തെയോ സേവിക്കുന്ന ആളുകളുടെ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകൾ 9 സേവനം. ഞാൻ ചുരുക്കി രസത്തിൽ പറയാൻ വേണ്ടിട്ട് അങ്ങനെ ആക്കുന്നു കേട്ടോ. മനസ്സിലായല്ലോ? ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ രസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. സേവനം. സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയാണ് 10. 9 സേവനം, 10 കാലാവധി. സേവനം, കാലാവധി. 11ലേക്ക് പോകുമ്പോൾ മക്കളെ പിരിച്ചുവിടുക, നീക്കം ചെയ്യുക. ഇത് രണ്ടും ഏകദേശം സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് നീക്കം മണ്ഡലം ചെയ്യാം. സേവിച്ച്, കാല്, നീക്കം. 9, 10, 11. 12 ഞാൻ അങ്ങനെ ഒന്നും കോഡാക്കൂല. അത് നിങ്ങളോട് ഞാൻ ബൈഹാർട്ട് പഠിക്കാൻ പറയും. കൈന്റെ അടിയിൽ വേണമെങ്കിൽ പെണ്ണുണ്ടെങ്കിൽ എഴുതി വെക്കാം. 312 312 ആണ് അഖിലേന്ത്യാ സർവീസ്. കാരണം നിങ്ങൾക്ക് IAS ആവാൻ ആഗ്രഹം ഉണ്ടാകും ആർക്കെങ്കിലും? നോക്കൂനേ, 123 എന്തായിരുന്നു? 1 2 3 1 2 3 എന്തായിരുന്നു? 1 2 3 ഓടടാ. 1 2 3 ഓടടാ. ബാബു അർച്ചന 1 2 3 ഓടടാ. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ്.
അങ്ങനെയാണെങ്കിൽ 2, 1, 3 ഓടടാ ഓടടാ ഓടടാ. ഗവർണറുടെ ഓർഡിനൻസ്, ഗവർണറുടെ ഓർഡിനൻസ്, ഗവർണറുടെ ഓർഡിനൻസ്. 1, 2, 3 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ്. 2, 1, 3 ഗവർണറുടെ ഓർഡിനൻസ്. 3, 1, 2 വാവ്. 3, 1, 2 എടത്തി. IAS കിട്ടി, IPS കിട്ടി. മ്യൂസിക് മ്യൂസിക് മ്യൂസിക്. 1, 2, 3 രാഷ്ട്രപതി. കേന്ദ്രത്തിന്റെ ഓർഡറാ. രാഷ്ട്രപതി പറയാ 213. ഗവർണറുടെ ഓർഡിനൻസ് ഓർഡറാ. ഗവർണർ ഗവർണർ ഓർഡിനൻസ്. ഇനി അപ്പോ അഖിലേന്ത്യാ സർവീസ് നിങ്ങൾ പഠിച്ചു. അപ്പൊ അത് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഇത് മൂന്നും ഞാൻ എന്തിനു പഠിപ്പിക്കുക? 9, 10, 11 അല്ലെ? 9, 10, 11 രസമാണ് പിള്ളേരെ ഇത് പഠിക്കാൻ. നോക്കൂ എന്ത് രസം. സേവനം, കാലാവധി നീക്കം. 9, 10, 11 സേവിച്ചു, 10 കാലാവധി, 11 നീക്കി. സേവിച്ച് കാല് നീക്കി വെച്ചു, സേവിച്ച കാല് നീക്കി. 9, 10, 11 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 സേവിച്ച കാല് നീക്കി. എന്ത് നീക്കി? സേവിച്ച കാല് നീക്കി. ഉദ്യോഗസ്ഥന്മാര് സേവിച്ച കാല് നീക്കി. സേവിച്ച കാല് നീക്കി. ഓക്കെ ആണല്ലോ. ഇത് 9 തുടങ്ങണം, 10, 11. 9, 10ന്റെ അപ്പുറം ഇപ്പുറം. അപ്പൊ കാലാവധി ശരിക്കും ഒരു 10 കൊല്ലം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു റൗണ്ട് സംഖ്യ. അപ്പൊ അതിന്റെ മുമ്പിൽ സേവനം, അതിന്റെ ശേഷം നീക്കി. കിട്ടുമോ ഇല്ലയോ? സെറ്റ് സെറ്റ് സെറ്റാണോ? സെറ്റാണോ കുഞ്ഞിപ്പാലോ? നോക്കുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉമ്മക്ക് 315 കുറിച്ച് പറയാം. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും. സാറേ സാമ്പാറേ ക്ലാസ് 1 മണിക്കല്ലേ, 1 മണിക്കൂർ അല്ലേ എന്നൊന്നുമില്ല. VFA കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുക്കാൻ തീരുമാനിച്ചതൊക്കെ എടുക്കും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക 50 മണിക്കൂർ ക്ലാസ് എന്നായിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒരു 100 മണിക്കൂറൊക്കെ ആയിപ്പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ പൈസ ഒന്നും അധികം തരണ്ട. നിങ്ങൾ കുറച്ച് സമയം എനിക്ക് തന്നാൽ മതി. തരാൻ പറ്റിയെങ്കിൽ തരാണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും തരണ്ട. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളിയാണ്ടി. നിങ്ങൾ കേസ് കൊടുത്തു വേണ്ടി ഇയാൾ 50 മണിക്കൂർ ക്ലാസ് പറഞ്ഞിട്ട് 100 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് പരാതി കൊടുക്കണം. പരാതി കൊടുക്കേണ്ടത് ഉപഭോക്തൃ കോടതിയിലാണ്. അതിന്റെ ക്ലാസ് മറ്റന്നാൾ ഉണ്ടാവും കേട്ടോ. 12 പഠിച്ചില്ലേ? പഠിച്ച്. ഇതല്ലേ PSC ചോദിച്ചതേ. അപ്പൊ 10 പഠിച്ചില്ലേ? പഠിച്ചു. അപ്പളേ ഇങ്ങോട്ട് വാ, ഇതൊന്ന് തീർക്കണ്ട നമുക്ക്. ഇനി ഇതും ഞാൻ നിങ്ങളെ പഠിപ്പിക്കൂല. ഏത് ഇതാക്കി എഴുതാൻ പോവാ. 3, 1, 5 കൈനടിയിൽ എഴുതി വെച്ചു. എഴുതൂ, പെണ്ണെടുക്കൂ, കഴിക്കൂ. സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ് കഴിക്കൂ, വിശപ്പടക്കൂ. നിങ്ങൾക്ക് സ്നിക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 312 കൈനടിയിൽ എഴുതി വെക്കുക. 315 കൈനടിയിൽ എഴുതി വെക്കുക. നാളെ ഇതിന്റെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ 50ൽ 50 കിട്ടിയാൽ സ്നിക്കേഴ്സ് ഞാൻ തിന്നു. ലൈറ്റിൽ വെച്ചിട്ടോ, ഇവിടെ വെക്കട്ടെ. അത് നാളെ മഞ്ജു ഉണ്ട്. UPSC PSC ഒരു ചോദ്യം ഒരു ഉത്തരം 315. എത്ര കാലം ഞാൻ പരീക്ഷ ചെയ്യുന്നത്? 315 അറിയില്ല. പിന്നെ നിങ്ങൾ നിർത്തടോ. അപ്പൊ 312 അഖിലേന്ത്യാ സർവീസ്. ഒരു ചോദ്യം ഒരു ഉത്തരം 1 മാർക്ക്. 15 നമ്മൾ പഠിച്ചു. അത് ഞാൻ പഠിപ്പിക്കൂലേ. 16 നിയമനം, 17 നീക്കം. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 18 റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരം. 19 നിരോധനം. 20, 21, 22, 23 പ്രശ്നമോട് പ്രശ്നമാണ്. ഒരു ട്രിക്ക് പണ്ടെപ്പോഴും ഒരു ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു. അത് യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 2020 എങ്ങനെ, ആ കൊറോണ സമയത്ത്. ചുമ അധികമായാൽ ചിലവാണ് നമ്മള് റിപ്പോർട്ടൊക്കെ വാങ്ങണം. അപ്പൊ നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ 4 കൺസെപ്റ്റ് വെച്ചിട്ട് 20 റൗണ്ട് സംഖ്യ. പണ്ട് നമ്മൾ ഉഗുനിയൊക്കെ പഠിക്കാറില്ലേ? 30, 31, 32 ഉഗുനി, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ പ്രക്ഷോഭം, നിയമസഭ പ്രക്ഷോഭം. അങ്ങനെ നിങ്ങൾ പഠിക്കുക. ചുമ അധികമായി കഴിഞ്ഞാൽ ചെലവാണ് നമ്മൾ റിപ്പോർട്ട് നിർബന്ധമായിട്ടും വാങ്ങണം. കാരണം ക്ഷയം, വേറെ എന്തെങ്കിലും അസുഖം, അല്ലെ വില്ലൻ ചുമ,
ചുമ അധികമായാൽ ചിലവാണ്, റിപ്പോർട്ട് വാങ്ങണം. ചുമ അധികമായാൽ ചിലവാണ്, റിപ്പോർട്ട് വാങ്ങണം. ഇതിങ്ങനെ പഠിച്ചു വെച്ചിട്ട് പരീക്ഷ ഹാളിൽ വരുമ്പോൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കൂലേ. ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ചെയ്തോണ്ടാവുകൊണ്ട് ആ ഓർമ്മ വെച്ച് പറഞ്ഞാട്ടോ. ചുമ അധികമായ ചിലവായിരിക്കും, റിപ്പോർട്ട് വാങ്ങണം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളെ കുറിച്ച് പറയുന്ന കേട്ടോ. ആ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളുകളിൽ 320 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചുമതലയാണ്. 321 ആ പബ്ലിക് സർവീസ് കമ്മീഷനുടെ ചുമതലകൾ വ്യാപിപ്പിക്കുന്ന അധികാരമാണ്. 322 പബ്ലിക് സർവീസ് കമ്മീഷനുടെ ചിലവുകളാണ്. 323 പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ചുമ അധികമായ ചിലവാണ്, റിപ്പോർട്ട് വാങ്ങണം. 20, 21, 22, 23 പഠിച്ചല്ലോ. പഠിച്ചു 312 പഠിച്ചല്ലോ. ഓൾ ഇന്ത്യ സർവീസ് പഠിച്ചു അല്ലെ, അഖിലേന്ത്യാ സർവീസ് പഠിച്ചു. 315 പഠിച്ചല്ലോ. പബ്ലിക് സർവീസ് കമ്മീഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ നടുക്കുള്ള സാധനമാണ്. ഞാൻ ഹോംവർക്ക് തന്നാലോ ഉണ്ടല്ലേ. 16 നിയമനം, 17 നീക്കുക, 16 നിയമനം, 16 നിയമനം, 16 നിയമനം, 17 നീക്കുക, 18 എന്താണ് റെഗുലേഷൻ, 19 നിരോധനം. വേറെ ജോലിയൊന്നും ഇവര് ചെയ്യാൻ പറ്റൂല, അത് നിരോധനം അല്ലെ. ഇത്രയുമാണ്. 20, 20 നമ്മൾ പഠിച്ചല്ലോ. നിയമനം, നീക്കം, റെഗുലർ, നിരോധനം. നിയമനം, നീക്കം, റെഗുലർ ആയിട്ടുള്ളത് ഇപ്പോ നിരോധിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് ട്രോളാക്കാം. 2026 2016 ശ്രദ്ധിക്കണേ, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 2016 ഓക്കെ. നിയമനം നടക്കുന്ന ഒരു നീക്കണ്ടല്ലോ, സ്പീഡ്, ആ ഒരു നീക്കം റെഗുലർ ആയിട്ട് ഇപ്പം നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇതൊരു കോഡ്. നേരത്തെ പറഞ്ഞ കോഡ് ഓർമ്മയുണ്ടോ? യൂണിയനുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അവരുടെ കാലാവധി 10, അവരുടെ മുമ്പുള്ളത് സേവന വ്യവസ്ഥ, അതിന്റെ ശേഷമുള്ളത് നീക്കം ചെയ്യുക. അത് സിമ്പിൾ ആയിട്ട് 9, 10, 11 പഠിച്ചു. 309, 310, 311 പഠിച്ചു. സിമ്പിൾ ഐഡിയ. 12 അഖിലേന്ത്യാ സർവീസ് പഠിച്ചു. 15 PSC കുറിച്ച് പഠിച്ചു. ഓക്കെ. ഇനി 16 മുതലുള്ള സിമ്പിൾ ട്രിക്കാണ്. നിയമനം നീക്കമില്ല, റെഗുലർ ആയിട്ട് നിരോധനം പോലെയാണ് എന്നൊന്ന് പറഞ്ഞാൽ മതി. നിയമനങ്ങളുടെ നീക്കം നമ്മുടെ LP UP, നമ്മുടെ മറ്റുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ അതൊക്കെ ആലോചിക്കുക. നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് വളരെ നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് 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 നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് പഠിച്ചു വെച്ചാൽ ഇവിടെ മാർക്ക് കിട്ടും. കിട്ടൂലയോ? ആരതി? റെഗുലേഷൻ. ബാക്കി നിങ്ങൾ വായിച്ചോളാം. ഞാൻ ട്രിക്ക് മാത്രമേ പറഞ്ഞാൽ പോലെ, വെറുതെ ഇങ്ങനെ സമയം പോക്കണ്ടല്ലോ, വേണ്ട. അങ്ങനെയാണെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചോ. 59 കേരള സർവീസ് റൂള് വരുന്നു. മക്കളെ, ഇതൊരു ട്രിക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്നാണ് കേരളത്തിനകത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന സമരം നടന്നത്? നിങ്ങൾക്കറിയാം, ചാന്നാർ ലഹള കഴിഞ്ഞ് 100 വർഷങ്ങൾക്കിപ്പുറം എന്ന് നമ്മുടെ ട്രിക്ക്. അപ്പൊ ചാന്നാർ ലഹള മാറുമറയ്ക്കൽ സമരം നടക്കുന്നത് 1859 ഐതിഹാസികമായ ചാന്നാർ ലഹളയ്ക്ക് ശേഷം 100 വർഷത്തിനിപ്പുറമാണ് എന്തു നടക്കുന്നത്? നമ്മുടെ വിമോചന സമരം നടക്കുന്നു. ശരിക്കും വിമോചന സമരം നടക്കുമ്പോ ഒരു സർക്കാരിനെ താഴെ എടുത്തിടല്ലേ? അപ്പൊ നോക്കൂ, സർവീസ് ഉള്ളവർക്ക് ചില റൂളുകളൊക്കെ ഉണ്ടാക്കണം. KSR, കേരളത്തിലെ സർവീസിൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, സർക്കാരിൽ അങ്ങനെ ചെയ്ത്, പോസ്റ്റ് ഇടരുത്, രാഷ്ട്രീയം പറയരുത് അല്ലേ? കേരള സർവീസ് റൂൾ ആലോചിക്കുക. 59 ട്രിക്കാണ്. ഇനി 68, 69 സുഖമായിരുന്നു. കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വന്നു. 68 ബൈ ഹാർട്ട് പഠിച്ചോ. വേഗം പഠിച്ചോ. ജീഷ്മാസി 68 കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വന്നു. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ 2018 ജനുവരി 1 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS നിയമനം നടക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങളൊന്നും ചിന്തിക്കുകയും വേണ്ട, നിങ്ങൾ പഠിച്ചോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2018. ഓക്കെ ഓക്കെ. ബാക്കിയുള്ള കോഡ് ഒന്നുകൂടി പറയട്ടോ. നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. പറഞ്ഞു നോക്കും പിള്ളേരെ, നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അല്ലെ, നീതി പാലിക്കുക സർക്കാരെ, കണ്ണു തുറക്കുക സർക്കാരെ, നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് നിരോധനത്തിലാണല്ലോ, കണ്ണു തുറക്കൂ സർക്കാരെ, നിയമനങ്ങളുടെ നീക്കം റെഗുലർ ആയിട്ട് ഇങ്ങനെ നിരോധനത്തിലാണല്ലോ, കണ്ണു തുറക്കൂ സർക്കാരെ. മറ്റേ കോഡ് എന്തായിരുന്നു? ചുമ അധികമായാൽ ചിലവാണ് റിപ്പോർട്ട് വാങ്ങണം. ചുമ അധികമായാൽ ചിലവാണ് റിപ്പോർട്ട് വാങ്ങണം. ഇതെല്ലാം കൂടി സെറ്റാക്കിയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി ക്ലിയർ ആണ്. ക്ലിയർ അല്ലേടാ? ശരിക്കും പറ, ഞാൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ കേൾക്കൂലേ? റെക്കോർഡ് വീഡിയോ കേൾക്കൂലേ? കേൾക്കും. അപ്പൊ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. 14A ട്രിബ്യൂണലുകളെ കുറിച്ചുള്ളതാണ്. 14 ഇതെല്ലാം വരുന്നത്. നോക്കൂ, 308 മുതല് 323 വരെ ഇതിനകത്ത് വരുന്ന കേട്ടോ. നിങ്ങൾ റെക്കോർഡ് കേൾക്കണേ. റെക്കോർഡ് ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ വരും. 2 റെക്കോർഡ് ഞാൻ ഇടുന്നുണ്ട്. ബാക്കി ഞാൻ ആ ബ്രേക്ക് ആയത് ഡിലീറ്റ് ആക്കും കേട്ടോ. ഭരണ ട്രിബ്യൂണലുകൾ 323A മറ്റ് വിഷയങ്ങൾക്കുള്ള ട്രിബ്യൂണലുകൾ 321B വരുന്നുണ്ട്. ഒരു 2-3 ചോദ്യം കൂടി നമുക്ക് ഒരുപാട് പഠിക്കാണ്. നിങ്ങൾ കണ്ട സ്ക്രീനിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വിചാരിച്ച, പക്ഷെ നമ്മുടെ സമയം, സുനാമി മുന്നറിയിപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. റെഡ് അലേർട്ടിനെ കുറിച്ച്, ഇപ്പൊ നമ്മുടെ മഴക്കാലത്തിന്റെ ഇഷ്യൂ അല്ലേ, ജില്ലാ കളക്ടറെ കുറിച്ച്. അപ്പൊ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അവസാനിപ്പിക്കാം. അപ്പൊ മക്കളെ, നന്നായിട്ട് നിങ്ങൾ ഇതൊക്കെ പഠിക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ക്ലാസ് കേരള ഗവേണൻസിൽ ഒറ്റ ക്ലാസ് ആണ്. ഞാൻ 2 ക്ലാസ് ആയിട്ട് നമ്മളെ ഫോൾഡറിൽ അപ്ലോഡ് ചെയ്യും. ഇത്രയും നേരത്തെ എടുത്ത PDF തരും. നന്നായി പഠിക്കുക. ഇതിന്റെയൊക്കെ എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കി നെഗറ്റീവ് മാർക്കുള്ള എക്സാമും തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നന്നായിട്ട് ഒന്നുകൂടി വേണമെന്ന് കേട്ട് നോക്കി പഠിക്കുക. ഞാൻ അടുത്ത ദിവസം കേരള ഗവൺമെന്റിന്റെ ക്ലാസ് എന്നാണുള്ളത് അന്ന് ഇതിന്റെ റിവിഷൻ ചോദിക്കും. നമുക്ക് അന്ന് സബോർഡിനേറ്റ് സർവീസിനെ കുറിച്ചും സ്റ്റേറ്റ് സർവീസിനെ കുറിച്ചും പിന്നെ പ്രധാനപ്പെട്ട PSCയുടെ ആക്ടിനെ കുറിച്ചും അതിലെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. പിന്നീട് നമുക്ക് കേരള ഗവൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഏരിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പഠിക്കാനുണ്ട്. അത് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തു വരും കേട്ടോ. തണ്ണീർത്തട സംരക്ഷണ നിയമം അടിപൊളിയായിട്ട് പഠിക്കും നമ്മള്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഏത് ദുരന്ത നിവാരണ അതോറിറ്റി നിയമങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കണം. ഭൂപരിഷ്കരണ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നീട് പദ്ധതികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സാമൂഹിക ക്ഷേമ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട, തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. പിന്നെയുള്ളത് സംസ്ഥാനത്തെ കമ്മീഷനുകളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ. ഇത്രയും നമുക്കൊരു 4-5 ദിവസം കൂടി എടുക്കണം. എക്സ്ട്രാ സമയം ഉണ്ടാവും, എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും. ഞാൻ ടെലഗ്രാമിൽ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കാം. സ്റ്റാർട്ടിംഗ് ആണ്, പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിലൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇടക്കിടക്ക് മോട്ടിവേഷൻ ഒക്കെ ടെലഗ്രാമിൽ വരും. ഓക്കെ, രാവിലെയും രാത്രിയൊക്കെ സെറ്റ്. അപ്പം